26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ശമ്പള പരിഷ്കരണം. 5 വർഷത്തിലൊരിക്കലാണ് സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം നടത്തിവന്നത്. 2 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ശമ്പള കമ്മീഷനെയും സർക്കാർ രൂപീകരിച്ചിരുന്നത്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എപ്പോൾ അവസാനിക്കും, ശമ്പളം എത്ര കൂടും തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് ജീവനക്കാർക്കിടയിലുള്ളത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ശമ്പള പരിഷ്കരണം. 5 വർഷത്തിലൊരിക്കലാണ് സംസ്ഥാനത്ത് ശമ്പള പരിഷ്കരണം നടത്തിവരാറുള്ളത്. 2019 സംസ്ഥാനത്ത് 11ാം ശമ്പള കമ്മീഷനെ രൂപീകരിച്ചത്. അതായത് 12ാം ശമ്പള കമ്മീഷനെ 2024 രൂപീകരിക്കണമെന്നായിരുന്നു. എന്നാൽ 2 വർഷം പിന്നിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ശമ്പള കമ്മീഷനെയും സർക്കാർ രൂപീകരിച്ചത്. കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എപ്പോൾ അവസാനിക്കും, ശമ്പളം എത്ര കൂടും തുടങ്ങിയ നിരവധി സംശയങ്ങളുണ്ട് ജീവനക്കാർക്കിടയിൽ. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ വന്ന ആഴ്ചകൾ കഴിഞ്ഞിട്ടും പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അനക്കമില്ലാതെയാണ് മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാർ ഫെബ്രുവരിയിലാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ പി.വി. ജോയ് IAS ചെയർമാനായ 12ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. ശോഭ VR ആയിരുന്നു സെക്രട്ടറി. അഡ്വക്കേറ്റ് M. രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. സുഗമമായ നടത്തിപ്പിനായി ധനകാര്യ വകുപ്പിൽ നിന്ന് 12 ജീവനക്കാരെയും വിവിധ ഉത്തരവുകൾ പ്രകാരം നിയമിച്ചിരുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു സമയം നൽകിയത്. മാർച്ച് 25 മുതൽ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആസ്ഥാനമാക്കി പ്രവർത്തനവും ആരംഭിച്ചു. വിവിധ സർക്കാർ വകുപ്പുകൾ, സർവീസ് സംഘടനകൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമായിട്ടുള്ള പ്രൊഫോമ തയ്യാറാക്കി. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ശുപാർശ സമർപ്പിച്ചില്ല. VP ജോയ് കമ്മീഷന്റെ കാലാവധി മെയ് 23 അവസാനിച്ചു. വിവരശേഖരണം പോലും പൂർത്തിയാക്കിയിരുന്നില്ല. കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ടെങ്കിലും പുതിയ സർക്കാർ കമ്മീഷന്റെ കാലാവധി നീട്ടുകയോ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കലാക്കുന്ന കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കാൻ കാരണമെന്നാണ് സൂചന. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണസമ്മാനമായി സർക്കാർ 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കും. ഇതോടെ ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിനോടൊപ്പം ഉയർന്ന തുക ജീവനക്കാർക്ക് ലഭിക്കുന്നതാണ്. ഓഗസ്റ്റ് അവസാന ആഴ്ച ഓണമായതിനാൽ ആ മാസം ശമ്പളം നേരത്തെ നൽകേണ്ടി വരും. ഒരു ഗഡു DA നൽകാൻ 60 കോടിയോളം രൂപ അധികമായി വേണ്ടിവരുമെന്നാണ് കണക്ക്. 2026 ജനുവരി മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന 2% DA അല്ലെങ്കിൽ DR കുടിശ്ശികയാണ് ഓഗസ്റ്റിൽ നൽകുന്നത്. ക്ഷാമബത്തയ്ക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷമാശ്വാസവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.